യക്ഷഗാന മത്സരത്തിന്റെ 9 ടീമുകളാണ് കാസർഗോഡ് സ്വദേശിയായ മാധവൻ മാഷ് പരിശീലിപ്പിക്കുന്നത്. മാഷ് എത്ര നാളായി ഈ രംഗത്തേക്ക് വന്നിട്ട്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ 35 വർഷമായി യക്ഷഗാനം ഫീൽഡിൽ. 84-ലാണ് യക്ഷഗാനം അഭ്യസിച്ച് വന്നത്. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായിട്ട് കേരളത്തിൽ കലോത്സവത്തിന് പരിശീലിപ്പിക്കുന്നു. ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ നീളുന്ന ഒരു പരിപാടിയാണ്. അത് ഇങ്ങനെ ഇത്ര അരമണിക്കൂറായിട്ട് എങ്ങനെ ചുരുക്കി അവതരിപ്പിക്കും? അത് ഒരു 6-8 മണിക്കൂറിൻ്റെ ഒരു പരിപാടിനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് 30 മിനിറ്റിന് ചിട്ടപ്പെടുത്തിയിട്ട് ഇതിനെ എടുത്തിട്ടുള്ളത്. മാഷ് എത്ര ടീം? മൊത്തം 9 ടീമുകളെ മാഷ് പരിശീലിപ്പിക്കും. 9 ടീമാണുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം. ഈ സ്ഥിരമായിട്ട് കാസർഗോഡിനാണ് 1ാം സമ്മാനം ലഭിക്കുന്നത്. അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ? അപാകതകളെന്ന് പറയാൻ പറ്റൂല. അവർ ഒരു 2ാം ക്ലാസ് മുതൽ തന്നെ യക്ഷഗാനം അഭ്യസിക്കുന്ന കുട്ടികളാണ്. അവരാണ് ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു 8 വർഷത്തെ പരിശീലനം കിട്ടും. പിന്നെ വേറെ ടീമിൽ പോയിട്ട് അവർ വേഷം ചെയ്യുന്ന കുട്ടികളാണ്. അത് നോക്കിയാൽ നമ്മളെ കുട്ടികളാണ് ഏറ്റവും മിടുക്കന്മാർ. മലയാളി കുട്ടികളാണ് മിടുക്കന്മാർ. ഇവിടെ പെടുന്ന ആൾക്കാർ തന്നെയാണ്. അല്ല, ഈ വിധികർത്താക്കളെല്ലാം എപ്പോഴും കാസർഗോഡുകാരാണ്. അതുകൊണ്ടാണോ കാസർഗോഡിന് 1ാം സമ്മാനങ്ങൾ ലഭിക്കുന്നത് തുടർച്ചയായിട്ട്? അങ്ങനെ തീർച്ചയായിട്ട് പറയാൻ പറ്റൂല. അത് അങ്ങനെ പറയാതിരിക്കാനും കഴിയുക. അതപ്പോൾ എങ്ങനെയെന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല. ആ ഒരു സാഹചര്യം നന്നായിട്ട് കാണുന്നു. ഉണ്ട്. ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് അത് കണ്ടില്ല. ഈ കുട്ടികളെ കന്നഡയിൽ ഇതിൻ്റെ സംഭാഷണം പഠിപ്പിക്കുകയാണ്. അവർ കന്നഡത്തിൽ നമ്മൾ പറഞ്ഞാൽ അവർ മലയാളത്തിൽ എഴുതിയെടുക്കും. അതേപോലെ അക്ഷര സ്ഫുടതാക്കണമെന്ന് കൂടുതൽ കഷ്ടം. സ്റ്റെപ്പൊക്കെ എല്ലാം കാസർഗോഡിലെ കുട്ടികളായിട്ടും കൂടുതൽ ഈ മലയാള ഭാഗത്തിൻ്റെ മലയാളി കുട്ടികളാണ് ഏറ്റവും പെട്ടെന്ന് അതിനെ ക്യാച്ചാക്കിയിട്ട് അഭ്യസിക്കുന്നത്. മൊത്തം എത്ര രൂപ ചിലവാകും ഒരു സ്കൂളിന്, ഒരു ടീമിന്? ഒരു ടീമിന് 1 ലക്ഷത്തിന് കൂടുതൽ ചിലവ് വരും. ഏറ്റവും ചിലവുള്ളതും ഏറ്റവും കുട്ടികൾ വേദന സഹിക്കേണ്ടിയും ഒരു ഇനമാണ് യക്ഷഗാനം. ശരിക്കും അതിന് പരിശീലിക്കേണ്ടതുണ്ട്. നല്ലോണം. ഞങ്ങൾ 2 വർഷം അവിടെ കലാമണ്ഡലത്തിൽ അഭ്യസിച്ച് ഇതിനെ ഇവർക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിപ്പിക്കും. അപ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് പഠിപ്പിക്കാൻ പറ്റൂല. ഇതാണ് ഒരു കലാകാരനാണെങ്കിൽ കഥകളി പോലെ തന്നെ 12 വർഷം പരിശീലിക്കണമെന്നാണ് പടമക്കാർ പറയുന്നത്. കഥകളിയും കൃഷ്ണനാട്ടത്തിൻ്റെയും അംശങ്ങൾ യക്ഷഗാനത്തിലുണ്ട്. കഥകളി, കൃഷ്ണനാട്ടം, ഓട്ടംതുള്ളലിൻ്റെ എല്ലാ അംശങ്ങളും മലയാളത്തിൽ ബന്ധപ്പെട്ട എല്ലാ കലയുടെ അംശം യക്ഷഗാനത്തിൽ കാണാൻ സാധിക്കും.